ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലമായിരുന്നു ഹോട്ട് സീറ്റെങ്കിൽ വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ പേരാമ്പ്രയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു ഹോട്ട് സീറ്റ്. വടകരയിൽ ഉയർന്നതുപോലെയുള്ള വർഗീയ പ്രചാരണങ്ങൾ പേരാമ്പ്രയിലും ഉയരുന്നുണ്ടോ എന്ന സംശയമുയരുന്ന ഘട്ടം കൂടിയാണ്. അപ്പോൾ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെയാണ് ഒരു കാഫിർ സ്ക്രീൻഷോട്ട് LDFും CPMും ഉയർത്തിയത്. അത് പിന്നീട് അവർക്ക് തന്നെ തിരിച്ചടിക്കുന്നതും ആ കേസ് എങ്ങും എത്താതെ പോയതും നമ്മുടെ മുന്നിലുണ്ട്. ഇന്നിപ്പോൾ ലീഗ് തഹ്ലിയുടെ പേരിൽ വർഗീയമായി വോട്ട് ചോദിക്കുന്നു എന്ന ഗൗരവതരമായ ആരോപണം ഒരു അനൗൺസ്മെൻ്റായി ഉയർന്നു വന്നിരിക്കുന്നു പേരാമ്പ്രയിൽ നിന്ന്. പക്ഷേ ആ അനൗൺസ്മെൻറ്റ് ഞങ്ങളുടേതാണെന്ന് ഓൺ ചെയ്യാൻ ഇതുവരെ CPM തയ്യാറായിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടന്നിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ തെളിവുകൾ വിഷ്വൽ സഹിതം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് എന്ന് വെച്ചാൽ ലീഗ് അങ്ങനെ കൗമിലെ കുട്ടിക്ക് എന്ന് വെച്ചാൽ കൗം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയിലെ സമുദായത്തിലെ കുട്ടിയാണ് തഹ്ലി, അതുകൊണ്ട് തഹ്ലിയക്ക് വോട്ട് ചെയ്യണം എന്ന് ലീഗ് അവിടെ ആവശ്യപ്പെടുന്നുണ്ടോ? ലീഗ് അങ്ങനെ ആവശ്യപ്പെടുന്ന തെളിവുകൾ CPMൻ്റെ കയ്യിലുണ്ടോ? അതില്ലാതെ ഇങ്ങനെ ഒരു പ്രചാരണം എന്തിന് നടത്തുന്നു എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നു. അപ്പോൾ പേരാമ്പ്രയിലേക്ക് ഇനിയിപ്പോൾ 5-ൽ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇതിൻ്റെ അടുത്ത ഘട്ടം ഇതെവിടെ നിന്നാണ് വന്നത്, എത്ര കണ്ട് ഇത് കത്തിപ്പിടിക്കാൻ പോകുന്നു എന്ന വിഷയം ആദ്യം സംസാരിക്കുകയാണ്. ജിമിച്ചേട്ടാ, എന്ത് തോന്നുന്നു? ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമായൊരു ആരോപണവുമായി CPM രംഗത്ത് വരുമ്പോൾ വന്നിടത്തോളം തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത്? കാഫിർ സ്ക്രീൻഷോട്ട് പോലെ വ്യത്യാസമാണെന്നുള്ള എൻ്റെ അഭിപ്രായം. കാഫിർ സ്ക്രീൻഷോട്ട് രഹസ്യമായിട്ടായിരുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് UDFകാർ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാർ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് രഹസ്യമായി LDFൻ്റെ ആൾക്കാർ തന്നെ ഇതിനോടകം വ്യക്തമായ രീതിയിൽ ഇത് പ്രചരിപ്പിക്കപ്പെടുകയായിരുന്നു. LDFൻ്റെ പേരിൽ ഒരു വ്യാജ ലീഗിൻ്റെ പേരിൽ ഒരു വ്യാജ സ്ക്രീൻഷോട്ടാണ് അന്ന് പ്രചരിപ്പിക്കപ്പെട്ടത്. ഇത്തവണ മൈക്ക് വെച്ച് പരസ്യമായി LDFകാർ തന്നെ പറയുകയാണ്, ഫാത്തിമ തഹ്ലിയ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ കുട്ടിയാണ്, അപ്പം അങ്ങനെ സമുദായത്തിലുള്ള ആൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നു. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ മതവും ജാതിയൊന്നുമില്ലാത്ത നമ്മൾ മതനിരപേക്ഷ ആളുകളാണ്, അതുകൊണ്ട് നമ്മൾ അതിലൊന്നും വീഴാൻ പാടില്ല എന്നാണ് ഇന്നത്തെ ആർഗ്യുമെൻറ്റ്. അപ്പോൾ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണോ, മുസ്ലിം ലീഗ് ഒരു സമുദായ പാർട്ടിയാണോ? ഇത് ഇടതുമുന്നണിയും CPMൻ്റെ കാലാകാലത്തെ നേതാക്കന്മാരും ഓരോ കാലത്തും മാറി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് അതൊരു സമുദായ പാർട്ടിയാണ്, വർഗീയ പാർട്ടിയല്ല. പക്ഷേ ജമാഅത്ത് ഇസ്ലാമി അതിനകത്ത് കയറി ചില കുഴപ്പങ്ങൾ കാണിച്ചുകൊണ്ട് അവർ വർഗീയതയിലേക്ക് പോവുകയാണെന്നാണ്. ഒരു 15 വർഷം നിങ്ങൾ പുറത്തെടുത്ത ലീഗിനോടുള്ള സ്നേഹം കുറച്ചുകൂടെ കൂടുതലായിരുന്നു. അതിനും ഒരു 10 വർഷം പോയാൽ ലീഗ് ഭയങ്കര കുഴപ്പമായിരുന്നു. ഈ ഓരോ കാലത്തും മുസ്ലിം ലീഗിനോട് ഇവർ ഓരോ നിലപാടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പക്ഷേ എന്തായാലും ലീഗിനോട് യോജിപ്പില്ല എന്നാണല്ലോ CPMൻ്റെ നിലപാട്. അതുകൊണ്ടാണല്ലോ അവർ വേറെ കക്ഷിയിലിരിക്കുന്നതും. ലീഗുമായി നമ്മളിൻ്റെ ഒരു ധാരണയ്ക്കും പോകുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ ആലോചിച്ചിട്ട് പോലുമില്ല. ചർച്ചയൊക്കെ നടന്നിരുന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ പ്രശ്നം, സമുദായത്തിലെ കുട്ടിക്ക് വേണ്ടി വോട്ട് ചോദിച്ചാൽ അത് സമുദായ സ്നേഹമാണോ വർഗീയതയാണോ? ഒന്നാമത്തെ ചോദ്യം. അത് നിങ്ങൾക്ക് നിങ്ങൾ ഏത് വശത്ത് നിൽക്കുന്നു ഈ വാദത്തിനനുസരിച്ചിരിക്കും. അങ്ങനെ ഒരു ആവശ്യം ലീഗ് ഉന്നയിച്ചിട്ടുണ്ട് എന്ന് CPM പരസ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇത്തവണ, രഹസ്യമായിട്ടല്ല. അതൊരു ആരോപണമാണ്. ശരി, അങ്ങനെ ആരോപണമുണ്ടെങ്കിൽ ആ ആരോപണത്തിനകത്ത് പൊതുസമൂഹത്തിൽ അതിനകത്തൊരു കുഴപ്പമുണ്ട്. ഇത് സമുദായത്തിന് നമ്മുടെ ആളാണ് എന്ന് ഇവർ പറയുന്നു. അതായത് BJPയും സംഘപരിവാറും RSSും വർഗീയത കളിക്കുന്നു എന്നതുപോലെ മുസ്ലിം ലീഗും വർഗീയത കളിക്കുന്നു എന്നാണ് LDF മൈക്ക് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രോസസ്സിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് മുസ്ലിം ലീഗ് കുഴപ്പമില്ല, ജമാഅത്തെ ഇസ്ലാമി കുഴപ്പമാണ് എന്നതായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി വഴി ലീഗ് കുഴപ്പമാവാതെ നോക്കണം എന്നും കൂടെ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ലീഗും ശരിയല്ല എന്ന ഘട്ടത്തിലേക്ക് അവരെത്തി. ശരി, അവിടെ നിൽക്കട്ടെ. അപ്പോൾ അവരങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മുസ്ലിങ്ങൾ സംഘം ചേരുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വർഗീയത ഇല്ലാത്ത ആളുകൾ. ഈ ഒരു വീട്ടിൽ പണ്ട് കല്യാണത്തിന് പോയപ്പോഴത്തേക്കും ചെറുക്കൻ്റെ ജാതി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ജാതിയൊന്നുമില്ല, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അപ്പോൾ പറഞ്ഞു, ഇപ്പം നമുക്ക് ജാതി മനസ്സിലായി എന്നൊരു തമാശയുണ്ട്. ഇതുപോലെ ഈ അനൗൺസ്മെൻറ്റിന് അർത്ഥം എന്താ? അവർ മതം പറഞ്ഞ് അവരുടെ ആൾക്ക് വേണ്ടി വോട്ട് പിടിക്കുകയാണ്, നമ്മൾ അതല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതെന്താ അതിൻ്റെ അർത്ഥം എന്നുള്ളത്. എന്നാൽ പോലും ഞാൻ അവരുടെ വാദത്തെ മുഖവിലേക്ക് എടുത്തിട്ട് ഞാൻ പറയുകയാണ്, ശരി, അങ്ങനെ ലീഗ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ലാത്ത പാർട്ടിയൊന്നുമല്ല ലീഗെന്ന് ഞാൻ കരുതുന്നു. വേണമെങ്കിൽ പറയുകയൊക്കെ ചെയ്യും. അത്യാവശ്യം
സ്പോട്ട് ജാതീയതയും വർഗീയതയൊക്കെ ഉള്ള ഒരുപാട് പാർട്ടികളുണ്ട്. അതിൽ ലീഗുമുണ്ട്, ലീഗിൻ്റെ ആളുകളൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ടെന്നേ. അത് തെളിയിക്കട്ടെ, നമുക്ക് തെളിവ് വെച്ച് സംസാരിക്കാം. ഇത് എപ്പോൾ ആര് എങ്ങനെ പറഞ്ഞു, അല്ല കൊട്ടത്താ പഠിച്ചിട്ട് ഈ സാധനത്തെ കലക്കാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ വർഗീയത ഇല്ലാത്തവരും അവർ മഹാവർഗീയത എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ഇതുവരെ LDF ഇതിനോട് പ്രതികരിച്ചിട്ടില്ല, CPM പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് മൈക്ക് കെട്ടി ഇത് പ്രസംഗിച്ച സ്ഥിതിക്ക്, അനൗൺസ്മെൻറ്റ് നടത്തിയ സ്ഥിതിക്ക് നിങ്ങൾ പറയണം ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. അപ്പോൾ ലീഗാവും പ്രതിസ്ഥാനത്ത്. പരസ്യമായി ഇങ്ങനെ പ്രസംഗിച്ചതിലോടുകൂടി പഴയ കാഫിർ സ്ക്രീൻഷോട്ട് രഹസ്യമായിട്ടാണ് നടത്തിയത്. ഇത് പരസ്യമായിട്ടാണ്, അതിൻ്റെ ഗ്രാവിറ്റി മാറുകയാണ്, പരസ്യമായി പറയുകയാണ്. തെളിയിക്കണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അത് തെളിയിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സംസാരിക്കാം. യെസ് സാഹിബ്, ഇതിലിപ്പോൾ തെളിവുകളില്ല, ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആ അനൗൺസ്മെൻറ്റ് ഫേക്കാണ് എന്നതുവരെ CPM പറയുന്നില്ല. പക്ഷേ ആ വാഹനം ഞങ്ങളുടേതാണോ, അങ്ങനെ ചെയ്തോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പില്ല എന്നിപ്പോൾ ഏരിയ സെക്രട്ടറി പറയുന്നത് കേട്ടു. എന്നാൽ ഇതിലിപ്പോൾ ഒരു ഫേക്ക് സാധനം പുറത്തിറങ്ങി നിങ്ങളെ പേരിൽ, അതുകൊണ്ട് നിങ്ങൾ കേസ് എടുക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അല്ല, കേസ് എടുക്കാനൊന്നും അല്ല കേസ് കൊടുക്കാനോ പരാതി കൊടുക്കാനോ ഒന്നും ഇപ്പോൾ ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങളതൊന്ന് പരിശോധിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇല്ല, അതാണ് ഇത് റെസ്പോൺസ്. നമ്മുടെ മീഡിയ ഹോളിൽ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട്, കുഞ്ഞമ്മദ് മാഷ്, ഏരിയ സെക്രട്ടറി കുഞ്ഞമ്മദ് മാഷ് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഭയങ്കര തമാശയാണ്. ഈ വാഹനം നിങ്ങളുടെ, നമ്മുടെ മഹേഷാണ് ചോദിക്കുന്നത്, വാഹനം നിങ്ങളുടേതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അപ്പം അപ്പോൾ മുസ്ലിം ലീഗ് ഇങ്ങനെ കൗമിലക്കുട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നതായിട്ട് നിങ്ങളടുത്ത് വല്ല തെളിവുണ്ടോ? അതിന് അദ്ദേഹം എന്താ പറയുന്നത്, അല്ല അത് ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ നിങ്ങളുടെ പ്രചാരണ വാഹനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് ഉണ്ടായതായിട്ട് വരുമ്പോൾ, ഒരു അനൗൺസ്മെൻറ്റ് വരുമ്പോൾ നിങ്ങളതിനെ കേസ് കൊടുക്കുമെന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ കേസ് കൊടുക്കാനൊന്നും പോകുന്നില്ല, UDF കേസ് കൊടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് ആവളം മടത്തിൽ മുക്ക് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ വാഹന അനൗൺസ്മെൻറ്റ് പോയത്. അവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചുള്ള അനൗൺസ്മെൻറ്റുകളാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. ആ പ്രദേശത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാവും അവിടെ എന്താണ് പറയേണ്ടതെന്ന്. അവിടുത്തെ CPMമാർക്ക് അറിയാം എന്താ പറയുന്നത്. അപ്പുറത്ത് കൗമിലെ കുട്ടിക്ക് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് മനസ്സിലാക്കി വോട്ട് ചെയ്യണം എന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ അതിൻ്റെ എന്താണ് സെയിം ഓപ്പറേഷനാണ്. കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തു വന്നില്ലെന്ന് പറയരുത് ജിമ്മി. അത് ആദ്യമായിട്ട് പുറം ലോകം കാണുന്നത് ഒരു മുൻ MLAയുടെ എന്താണ് ഇവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗവും MLAയുമായ KK ലതികയുടെ വാളിലാണ് അത് ഒരു പബ്ലിക് ഇതിനകത്ത് ആദ്യമായിട്ട് വരുന്നത്. അവരിങ്ങനെ പ്രചരിപ്പിക്കുന്നു പറഞ്ഞിട്ട്. അത് പിന്നെ നമുക്ക് വളരെ ഉത്തരവാദിത്തമുള്ളൊരു ഒരു പദവിയിലിരിക്കുന്ന ഒരാളാണല്ലോ അവർ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, അതിൽ പോലീസ് കേസ് വരുന്നു, അന്വേഷണം വരുന്നു, അത് റബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന DYFIയുടെ മേഖലാ ഭാരവാഹിയിലേക്ക് എത്തുന്നു. എന്നതിന് ശേഷവും ഇവരുടെ വാളിൽ അത് കിടപ്പുണ്ടായിരുന്നു. അത് അഗൈൻ വാർത്തയാവുകയും വിവാദമാവുകയും ചെയ്തപ്പോഴാണ് അവരത് അവിടെ നിന്ന് റിമൂവ് ചെയ്തത്. അപ്പോൾ ഇതിൽ മോഡസ് ഓപ്പറാൻഡി സെയിമാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗുകാർ വർഗീയത, ഷാഫി മുസ്ലിം ലീഗുകാരൻ പോലുമല്ല, പക്ഷേ കാഫിറായ ശൈലജയ്ക്കെതിരെ നമ്മുടെ കൗമിൽപ്പെട്ട ഷാഫിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ ഈ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ സന്ദേശം. അത് അവിടുത്തെ തോടന്നൂരിലെ ഒരു മുസ്ലിം ലീഗ് നേതാവ്, യൂത്ത് ലീഗ് നേതാവിൻ്റെ പേരിലാണ് വ്യാജമായി നിർമ്മിക്കുന്നത്. ഇവിടെയും സമാനമായ സാധനം തന്നെയാണ്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയാണ്. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ സന്ദേശം എന്താണ്? അതുകൊണ്ട് നമ്മൾ ആരാണ് ഈ നമ്മൾ? ഈ നമ്മളിനെ ഇവർ സൈദ്ധാന്തിക ഭാഷയിൽ മതേതരവാദികളെന്ന് പറയും. പക്ഷേ ഈ നമ്മൾ, അവർ എന്ന് പറയുന്നൊരു വിഭജനം സൃഷ്ടിച്ച്, വർഗീയ വിഭജനം സൃഷ്ടിച്ച്, കൃത്യമായി മുസ്ലിമേതര വിഭജനം സൃഷ്ടിച്ച് വോട്ട് തട്ടുക, വോട്ട് നേടുക എന്ന കുടില വർഗീയത. അതിലപ്പുറം അതിനൊരു സൈദ്ധാന്തികതയില്ല. കുടില വർഗീയത, കുടില മുസ്ലിം വിരുദ്ധത. ഇതിനെ ഉപജീവിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ വേണ്ടി CPM നടത്തിപ്പോന്നിട്ടുള്ള പരിശ്രമങ്ങളിലെ ഒടുവിലത്തെ ഉദാഹരണം എന്നതിനപ്പുറം ഇതിനൊന്നുമില്ല. നമ്മൾ ഈ പേരാമ്പ്രയെക്കുറിച്ച് ഔട്ട് ഓഫ് ഹൗസിൽ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച് ഞാൻ പറഞ്ഞിരുന്നു, വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട്, വടകരയിലെ മൊത്തം പ്രചാരണങ്ങൾ, ഈ മോശമായ പ്രചാരണങ്ങൾ അത് ഡിഗ് ഡൗൺ ചെയ്താൽ അവിടെ നമ്മൾ എത്തുന്നത് പേരാമ്പ്രയിലാണ്. പേരാമ്പ്രയിലെ അജേഷ് കൈതകൽ എന്ന് പറയുന്ന DYFIയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ട ദിവസം ഷാഫി വടകരയിൽ എത്തിയിട്ടില്ല, പ്രചാരണം തുടങ്ങിയിട്ടില്ല. മുരളി തൃശ്ശൂരിലേക്ക് പോവുകയാണ്, വടകരയിൽ ഷാഫിയാണ് വരിക എന്ന് പറയുന്ന പ്രസ് അനൗൺസ്മെൻറ്റ് വന്ന ആ ദിവസം വർഗീയ സ്വഭാവത്തിലുള്ള പോസ്റ്റ് ഇട്ടു. അവനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്, പേരാമ്പ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജാതി പരിപാടികൾ നടത്തി വൈദഗ്ധ്യമുള്ളവരാണ് പേരാമ്പ്രയിലെ പാർട്ടി സഖാക്കളെന്ന് പറയുന്നത്. അപ്പോൾ അത് പേരാമ്പ്ര തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ശ്രദ്ധ വേണമെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറയുന്നു. അപ്പോൾ പേരാമ്പ്രയിൽ അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
ഇവർ കോയിൻ ചെയ്തെടുക്കുന്ന വാചകങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് ഇതിൽ ഈ അനൗൺസ്മെൻറ്റ് പറയുന്നത്? കൗമിലെ കുട്ടിക്ക് വോട്ട് ചെയ്യണം, അല്ല നിങ്ങളുടെ വോട്ട് കൗമിലെ കുട്ടിക്കാവണം എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നതെന്നാണ് അനൗൺസ് ചെയ്യുന്നത്. അവിടെ എന്താണ് കാഫിർ സ്ക്രീൻഷോട്ടിൽ എന്താണുള്ളത്? കാഫിറായ ശൈലജയ്ക്കെതിരെ ആർക്ക് വോട്ട് ചെയ്യണം? ഷാഫിക്ക് വോട്ട് ചെയ്യണം. ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് മാറ്റർ അല്ലെങ്കിൽ ഇങ്ങനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇവരുടെ മനോഗത എന്താണ്? മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ചിട്ടുള്ള ഇവരുടെ ഭാവന എന്താണെന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ അവർ മതം നോക്കി മാത്രം വോട്ട് ചെയ്യുന്നവരാണ്. മതപരമായ അവർക്ക് സാമാന്യമായി ഇവിടെ നടക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ വ്യവഹാരങ്ങളിലോ രാഷ്ട്രീയ പ്രവർത്തനത്തിലോ പ്രത്യേകിച്ച് അറിവോ ധാരണയോ ഇല്ല. അവർ തെരഞ്ഞെടുപ്പുകളെ കാണുന്നത് കാഫിർ, കൗം ഇങ്ങനെയൊക്കെയുള്ള മതപരമായ പദാവലികളിലൂടെയാണ് എന്നതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് CPIM പുലർത്തുന്ന അടിസ്ഥാന ഭാവന എന്നുള്ളതാണ്. ഏതെങ്കിലും നിലക്കുള്ള ആധുനികമായ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ രാഷ്ട്രീയ വ്യവഹാരങ്ങൾക്കോ ശേഷിയില്ലാത്ത ഒരു അധകൃത മതജീവി വർഗമാണിവർ എന്ന സന്ദേശമാണിത് പുറത്തേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഈ നിലക്കുള്ള മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വ്യവഹാരങ്ങളെല്ലാം മതത്തിൻ്റെ ഫ്രെയിമിനകത്തുകൂടെ മാത്രമേ അവർക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അതിലൂടെ മാത്രമേ അവർക്ക് നോക്കിക്കാണാൻ പറ്റുന്നുള്ളൂ, അതിലൂടെ മാത്രമേ വ്യാഖ്യാനിക്കാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ ആധുനിക ജനാധിപത്യ പ്രക്രിയയിൽ മറ്റെല്ലാവരും ഇടപെടുന്നത് പോലെ അതിനോട് എൻഗേജ് ചെയ്യുന്നത് പോലെ എൻഗേജ് ചെയ്യാൻ സാധ്യമല്ലാത്ത ഒരു വർഗമാണിവർ എന്ന ഇവരുടെ അകത്ത് വേറുന്ന കാഴ്ചയുണ്ടല്ലോ, അവരുടെ സങ്കല്പമുണ്ടല്ലോ, അത് അറിയാതെ പുറത്തേക്ക് പ്രവഹിക്കുകയാണ് ചെയ്യുന്നത്. അത് പല സ്വഭാവത്തിൽ. അതുകൊണ്ടാണ് മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി ജയിച്ചപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ എന്താണ് പറയുന്നത്? അവിടെ പണ്ടേ വർഗീയമായ ഉള്ളടക്കമാണ്. വയനാട്ടിൽ പ്രിയങ്ക ജയിച്ചപ്പോൾ A വിജയരാഘവൻ എന്താ പറയുന്നത്? അത് മുസ്ലിം വർഗീയ ശക്തികളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ഇതൊക്കെ ഓൺ റെക്കോർഡോടെ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ഞാൻ പറയുന്നു ഒറ്റപ്പെട്ടൊരു സംഭവമല്ല, നിസ്സാരമായൊരു സംഭവമല്ല. കഴിഞ്ഞ കുറേ കാലമായി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം വിരുദ്ധ വംശീയ പ്രചാരണങ്ങളുടെ തുടർച്ചയിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ആ സ്വാഭാവികത എന്ന് വെച്ചാൽ, നമ്മൾ നിരന്തരം ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഒരു സംഗതിയെക്കുറിച്ച് ആലോചിക്കുകയും പറയുകയും അത് തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ അത് ഇൻറ്റേർണലൈസ് ചെയ്യപ്പെടും, ആന്തരികവൽക്കരിക്കുക എന്ന് പറയും. ഈ മുസ്ലിം വിരുദ്ധത ആന്തരികവൽക്കരിക്കപ്പെട്ട് അതിനെ കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും കൺട്രോൾ ചെയ്യാതെ പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. ഞാൻ ഈ വേദിയിൽ പല സമയത്ത് പറഞ്ഞ കാര്യമുണ്ട്. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമല്ല ടേക്ക് ഹോം എന്താണെന്ന് ചോദിച്ചാൽ, CPIM ആശയപരമായി അടിസ്ഥാനപരമായി ഒരു ഇസ്ലാമോഫോബിക് പാർട്ടിയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയോ അല്ല. പക്ഷേ ഈ ഭരണകാലം എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധതയെ അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയയ്ക്ക് അതിനെ നോർമലൈസ് ചെയ്ത അതിനൊരു സ്റ്റേറ്റ് പാട്രണേജ് നൽകിയ കാലം എന്നുള്ളതാണ് പിണറായി വിജയൻ ഭരണകാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടേക്ക് ഹോം എന്ന് പറയുന്നത്. സർവ്വ വിദ്വേഷ പ്രചാരകർക്കും അവരുടെ എല്ലാ വിദ്വേഷ പ്രചാരണവും അതിൻ്റെ പാരമ്യത്തിൽ നടത്താനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുകയും അതിനെ എതിർക്കുന്നവരെ വർഗീയവാദികളെന്നും തീവ്രവാദികളെന്നും പറഞ്ഞ് അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്നതിൻ്റെ നിരന്തരമായിട്ടുള്ള ഡസൻ കണക്കിന് അനുഭവങ്ങൾ ഉദാഹരണം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വർഗീയ പ്രചാരണം നടത്തുന്ന അയാളാണ് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള നവോത്ഥാന സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഈ നിമിഷത്തിലും ഈ മനുഷ്യനാണ് നവോത്ഥാന സമിതിയുടെ ചെയർമാൻ. മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയിരിക്കാൻ സ്വാതന്ത്ര്യമുള്ള നവോത്ഥാന സമിതിയുടെ ചെയർമാനായിരിക്കുന്ന അദ്ദേഹം പറയുന്നത് നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം ഇവിടെ രൂപപ്പെടണം എന്ന് പറഞ്ഞ ആളാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയ്ക്ക് ഭരണകൂട രക്ഷാകർതൃത്വം സ്റ്റേറ്റ് പാട്രണേജ് ലഭിച്ച അപൂർവമായൊരു കാലമാണിത്. ആ ഒരു പാട്രണേജ് തങ്ങളുടെ ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമാക്കുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയിൽ സംഭവിച്ചൊരു കാര്യം മാത്രമാണ് പേരാമ്പ്രയിലത്. ഞാൻ പറയുന്നു, ഇത് കാഫിർ സ്ക്രീൻഷോട്ടുണ്ട്, അതിനു മുമ്പ് മാഷാ അല്ലാഹ് സ്റ്റിക്കറുണ്ട്. ഇതെല്ലാം ഏത് നിലക്കാണോ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ CPMൻ്റെ തന്നെ അതിൻ്റെ അടിത്തറയിൽ ഏതെല്ലാം നിലക്ക് വിള്ളലുണ്ടാക്കിയോ സമാനമായ അനുഭവം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന സംഗതിയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഈ അനൗൺസ്മെൻറ്റിൻ്റെ കൂടെ ഇനിയിപ്പം അങ്ങനെ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, BJP മത്സരിക്കുന്നുണ്ടല്ലോ, ഹിന്ദു സമുദായത്തിലെ ആളാണ് എന്ന് പറഞ്ഞ് അവന്മാർ വോട്ട് പിടിക്കുന്നു എന്ന് പറഞ്ഞ ഒരു അനൗൺസ്മെൻറ്റിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. നമുക്ക് അതുകൂടെ ഒന്ന് കാണണം. ലീഗാവട്ടെ കൂത്തുപറമ്പ് അവരുടെ ജനറൽ സീറ്റിൽ ജയന്തിരാജനെ മത്സരിപ്പിക്കുന്നു, ഞരളത്തെ ഹരിഗോവിന്ദനെ പോലെയുള്ള ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു, എന്നിട്ടും ലീഗിന് രക്ഷയില്ല എന്നതുകൂടി കാണണം.